ഇനി നമുക്ക് അടുത്ത ജോമെട്രിക് ഫിഗറായ സർക്കിളിനെ ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. വൃത്തത്തിന്റെ സമവാക്യം, ഇക്വേഷൻ ഓഫ് സർക്കിൾ. ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം, പേജ് നമ്പർ 230. Find the equation of circle with center at 1, 4 and radius 2. കേന്ദ്രം 1, 4 എന്ന ബിന്ദു ആരം 2 വൃത്തത്തിന്റെ സമവാക്യം കാണാം. തന്നിരിക്കുന്ന വൃത്തത്തെ ഞാൻ ഒരു കോർഡിനേറ്റ് പ്ലെയിനിൽ വരച്ചിട്ടുണ്ട്. 1, 4 സെന്റർ ആണ്. അവിടെ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്, ആരം എന്ന് പറയുന്നത്. അത് 2 ആണ്. അങ്ങനെയാണെങ്കിൽ we have to write the equation of this circle. അപ്പോൾ ഞാൻ സർക്കിളിലെ നമ്മൾ സാധാരണ ഇക്വേഷൻ എഴുതുമ്പോൾ സർക്കിളിന്റെയോ സ്ട്രെയിറ്റ് ലൈനിന്റെയോ ഒക്കെ ഇക്വേഷൻ എഴുതുമ്പോൾ അതിനകത്ത് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം, XY എന്ന ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യണം. ഇപ്പൊ ഇവിടെ XY എന്ന ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്തു, സർക്കിളിലെ പോയിന്റ്. സോ XYയിലേക്ക് സെന്ററിൽ നിന്നുള്ള ലെങ്തിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് this 2 is the distance between the points 1, 4 and XY. ആണല്ലോ. അപ്പൊ നമുക്കത് എഴുതാം. 2 എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് 2 is the distance between the points XY and 1, 4 ആണല്ലോ. സെന്ററിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റ് XY ആണെന്ന് എടുത്തു, ജനറൽ പോയിന്റ് എടുത്തു. സർക്കിളിനകത്ത് ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ഉണ്ട്. അതെന്താണെന്ന് ഇവിടെ തന്നിട്ടില്ല. സോ നമ്മളൊരു ജനറൽ പോയിന്റ് എടുത്തു, X, Y. ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ജനറൽ പോയിന്റ് കൺസിഡർ ചെയ്യണം, X, Y എന്ന ജനറൽ പോയിന്റ്. അപ്പൊ 1, 4ൽ നിന്ന് XYയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ രണ്ട് പോയിന്റിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഫോർമുല ആണല്ലോ. റൂട്ട് ഓഫ് എക്സുകൾ തമ്മിലുള്ള ഡിഫറൻസ് x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y തമ്മിലുള്ള ഡിഫറൻസ് y കോർഡിനേറ്റ്സ് y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതാണ് റേഡിയസ് 2 ആണല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് ഇസ് ഈക്വൽ ടു 2. അപ്പൊ ഞാൻ ഈ റൂട്ടിനെ ഒഴിവാക്കാനായിട്ട് വി ക്യാൻ സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് ഭാഗത്തും വർഗം എടുക്കുന്നു. സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. സോ ലെഫ്റ്റ് സൈഡിൽ സ്ക്വയർ റൂട്ട് ആണ്. അത് സ്ക്വയർ ചെയ്യുമ്പോൾ സ്ക്വയർ റൂട്ട് പോകും. ബാക്കി നമുക്കുള്ളത് x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 4 ദ ഹോൾ സ്ക്വയർ ആണ്. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4 കിട്ടും. സോ ഇതാണ് ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ 1, 4 ആൻഡ് റേഡിയസ് 2. അപ്പൊ നിങ്ങൾ എന്താ കണ്ടത്? ഒരു സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് സെന്ററും റേഡിയസും അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ എക്സ് ആദ്യം എഴുതുക, മൈനസ് ഇടുക 1. എന്താ 1? സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ്. എന്നിട്ട് സ്ക്വയർ പ്ലസ് y മൈനസ് സെന്ററിന്റെ y കോർഡിനേറ്റ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റേഡിയസിന്റെ സ്ക്വയർ ആണ് റൈറ്റ് സൈഡിൽ വരേണ്ടത്. ഓക്കെ. ഈ രീതിയിലാണ് നമ്മൾ ഇക്വേഷൻ ഓഫ് സർക്കിള് സെന്ററും റേഡിയസും അറിയാമെങ്കിൽ എഴുതുക. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു രൂപത്തിൽ എഴുതാൻ പറ്റും. x മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഐഡന്റിറ്റി a മൈനസ് b ദ ഹോൾ സ്ക്വയറിന്റെ രൂപത്തിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ എക്സ്പാൻഷൻ എന്താണ്? ആദ്യത്തെ ഫസ്റ്റ് ക്വാണ്ടിറ്റി x ആണ്, സെക്കൻഡ് ക്വാണ്ടിറ്റി 1 ആണ്. സോ ആദ്യത്തെ എക്സിന്റെ സ്ക്വയർ x സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ ക്വാണ്ടിറ്റിന്റെ സ്ക്വയർ 1 സ്ക്വയർ. ഓക്കെ. ഇവിടെ മൈനസ് വന്നാൽ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ആണല്ലോ. 2ab, 2 ഇൻറ്റു ഫസ്റ്റ് ക്വാണ്ടിറ്റി ഇൻറ്റു സെക്കൻഡ് ക്വാണ്ടിറ്റി. സോ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് അതേപോലെ രണ്ടാമത്തെ y മൈനസ് 4 ദ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? y സ്ക്വയർ പ്ലസ് സെക്കൻഡ് ക്വാണ്ടിറ്റി 4 ആണ്, 4 സ്ക്വയർ. ഈ മൈനസ് വന്നുകൊണ്ട് മൈനസ് 2 ഇൻറ്റു y ഇൻറ്റു 4. 2 ഇൻറ്റു y ഇൻറ്റു 4. ഫസ്റ്റ് ക്വാണ്ടിറ്റിന്റെയും സെക്കൻഡ് ക്വാണ്ടിറ്റിന്റെയും പ്രൊഡക്റ്റിന്റെ ഡബിൾ. അതാണ് ഇസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. ഓക്കെ. റൈറ്റ് സൈഡിൽ 4. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്താ? 1 മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് y സ്ക്വയർ
പ്ലസ് 4 സ്ക്വയർ 16 ആണ്. മൈനസ് 2 ഇൻറ്റു വൈ ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 8y വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 4. സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഫോം എഴുതുന്ന പോലെ, സ്ട്രെയിറ്റ് ലൈനിന്റെ ജനറൽ ഫോം നമ്മൾ എങ്ങനെ എഴുതിയത്? ആദ്യം എക്സിന്റെ ടേം എഴുതും, പിന്നെ വൈന്റെ ടേം എഴുതും, അവസാനം കോൺസ്റ്റന്റ് ടേം എഴുതും. അതേപോലെ തന്നെ സർക്കിളിനും അതിൻ്റെതായിട്ടുള്ള ഒരു ജനറൽ ഫോം ഉണ്ട്. ആദ്യം എക്സ് സ്ക്വയർ എഴുതണം, പിന്നെ വൈ സ്ക്വയറിന്റെ ടേം എഴുതണം, അത് കഴിഞ്ഞ് എക്സിന്റെ ടേം എഴുതണം, അത് കഴിഞ്ഞ് വൈന്റെ ടേം എഴുതണം, അവസാനം കോൺസ്റ്റന്റ് ടേംസ്. അപ്പൊ ഇവിടെ 1 ഉണ്ട്, പ്ലസ് 16 ഉണ്ട്, 1 പ്ലസ് 16 എത്രയാണ്? 17 ആണ്. പിന്നെ നമ്മൾ ഈ 4നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരും, സോ -4 വരും. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ഒന്നുമില്ല, അപ്പൊ 0. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 8y പ്ലസ് 17 4 കുറച്ചാൽ 13 കിട്ടും, ഇസ് ഈക്വൽ ടു 0. ഈ രീതിയിലും എക്സ്പാൻഡ് ചെയ്തും എഴുതാം. അപ്പം സെന്റർ 1 4ഉം റേഡിയസ് 2ഉമായ സർക്കിളിന്റെ ഇക്വേഷൻ ആണ് ഇത്. ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്ട് എഴുതി, അതിന് എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഇത് എഴുതി. ഇത് രണ്ടും സെയിം ആണ്. അപ്പൊ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇങ്ങനെ എഴുതി നിർത്തിയാലും മതി. ഓക്കെ, ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതണമെന്നില്ല, ഇങ്ങനെ എഴുതി നിർത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ രൂപത്തിൽ വരുമെന്ന് ഓർക്കുക. എക്സ് സ്ക്വയറും വൈ സ്ക്വയറും എക്സിന്റെ ടേമും വൈന്റെ ടേമും കോൺസ്റ്റന്റ് ടേമും ഒക്കെ ഉള്ള ഇക്വേഷൻ ആണെങ്കിൽ അത് എന്തിന്റെ ഇക്വേഷൻ ആണ്? സർക്കിളിന്റെ ഇക്വേഷൻ ആണെന്ന് ഓർക്കണം. അടുത്തൊരു പ്രോബ്ലം ചെയ്യാൻ നമുക്ക്. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലം പേജ് നമ്പർ 230 ആണ്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ദ ഒറിജിൻ ആൻഡ് റേഡിയസ് 1? കേന്ദ്രം ആധാര ബിന്ദുവും ആരം 1ഉമായ വൃത്തത്തിന്റെ സമവാക്യം എന്താണ്? അപ്പൊ നമ്മള് സെന്റർ ഇവിടെ തന്നിട്ടുണ്ട്, ഒറിജിൻ ആണ്, ആധാര ബിന്ദുവാണ്. അപ്പൊ അതിന്റെ കോർഡിനേറ്റ്സ് എന്താ? 0 0 ആണല്ലോ. റേഡിയസ് തന്നിട്ടുണ്ട്, ആരം തന്നിട്ടുണ്ട്. എത്രയാണ് ആരം തന്നത്? 1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ ഇക്വേഷൻ എഴുതാ? എക്സ് മൈനസ്, ഓക്കെ, ഇനി സെന്ററിന്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 0, എന്നിട്ട് സ്ക്വയർ ഇടാം, പ്ലസ് വൈ മൈനസ് സെന്ററിന്റെ വൈ കോർഡിനേറ്റ് എഴുതാം, 0 സ്ക്വയർ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ എഴുതാ? റേഡിയസിന്റെ സ്ക്വയർ. റേഡിയസ് എത്രയാ? 1 ആണ്, അതിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പൊ എക്സ് മൈനസ് 0 എന്താ? എക്സ് തന്നെയാണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 വൈ ആണ്, വൈന്റെ സ്ക്വയർ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 സ്ക്വയർ എന്താ? 1 ആണ്. അപ്പൊ ഇതും നിങ്ങൾ പഠിച്ചു വെക്കണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, അതായത് എക്സിന്റെ വൈന്റെ ടേമുകൾ ഒന്നും ഇല്ല ഇവിടെ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് വന്നാൽ, എക്സ് സ്ക്വയറും വൈ സ്ക്വയറിന്റെ മാത്രം ടേമുകളും പിന്നെ ഒരു കോൺസ്റ്റന്റ് ടേമും ആണ് ഉള്ളതെങ്കിൽ അതെന്തായിരിക്കും? ദാറ്റ് ഇസ് ആൻ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ ആൻഡ് റേഡിയസ് എന്താണോ ആ കോൺസ്റ്റന്റ് ടേമിനെ നോക്കിയിട്ട് നമുക്ക് റേഡിയസ് പറയാം. ഓക്കെ, അപ്പം ഈ രണ്ട് ഫോർമുലകളും പഠിച്ചു വെക്കണം. അത് ജനറലായിട്ട് നമുക്ക് പഠിക്കുന്നതാണ് നല്ലത്. ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ എ ബി, ജനറൽ ആയിട്ട് എ ബി എന്ന സെന്റർ എടുത്തിട്ടുണ്ടെങ്കിൽ റേഡിയസ് 6 എന്നെടുത്താൽ ഇക്വേഷൻ ഓഫ് സർക്കിൾ എന്താ വരിക? എക്സ് മൈനസ് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ, അതേതാ? എ. അപ്പൊ എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് y coordinate of the center b ആണ്. സോ y minus b the whole square is equal to radius square r square. ഇങ്ങനെ കാണാതെ പഠിക്കുക. ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ എ ബിയും റേഡിയസ് ആറുമായതിന്റെ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഓക്കെ, ഇനി ഇക്വേഷൻ ഓഫ് എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിനും റേഡിയസ് ആറുമായാലോ? അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഈ രണ്ട് ഫോർമുലയും സർക്കിളിന്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കേണ്ടതാണ്. ഇക്വേഷൻ ഓഫ് സർക്കിൾ വിത്ത് സെന്റർ ഏത് കോർഡിനേറ്റ്സ് ആണെങ്കിലും ഏത് പോയിന്റ് ആണെങ്കിലും റേഡിയസ് ആറായാലുള്ള ഫോർമുല ഇത്, സെന്റർ ഒറിജിൻ ആണെങ്കിലുള്ള ഫോർമുല ഇത്. ഇത് രണ്ടും പ്രത്യേകം പഠിച്ചോളൂ. ഓക്കെ, കേന്ദ്രം എ ബി ആരം ആറും ആയ വൃത്തത്തിന്റെ സമവാക്യം എക്സ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. കേന്ദ്രം ആധാര ബിന്ദുവും ആരം ആറുമായ വൃത്തത്തിന്റെ സമവാക്യം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സമം ആർ സ്ക്വയർ ആണ്. അപ്പൊ രണ്ട് ഫോർമുലകളും സർക്കിളിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിക്കണം. സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആയിട്ടുള്ളതും ഒറിജിൻ അല്ലാത്തതുമായിട്ടുള്ള ഇക്വേഷൻസ് രണ്ടും വെവ്വേറെ പഠിക്കും.